നമസ്കാരം. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയെ കണ്ണീർ കടലാക്കിയ സ്ഫോടന പരമ്പരയിൽ മരണം 290 ഉയർന്നു. 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മരിച്ചവരിൽ ശ്രീലങ്കൻ പൗരത്വമുള്ള മലയാളി യുവതിയടക്കം 6 ഇന്ത്യക്കാരും 35 വിദേശികളും ഉൾപ്പെടുന്നു. 3 ക്രിസ്ത്യൻ പള്ളികൾ, ആഡംബര ഹോട്ടലുകൾ, പാർപ്പിട സമുച്ചയം എന്നിങ്ങനെ 8ഇടത്താണ് സ്ഫോടനം നടന്നത്. 500-ലധികം പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 6 ഇന്ത്യക്കാരും ശ്രീലങ്കൻ പൗരത്വമുള്ള മലയാളിയും ഉൾപ്പെടുന്നു. കൊളംബോ സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളി, നെഗോംബോ സെന്റ് സെബാസ്റ്റ്യൻസ് കത്തോലിക്ക പള്ളി, ബട്ടിക്കലോവ സിയോവൻ പ്രോട്ടസ്റ്റന്റ് പള്ളി എന്നിവിടങ്ങളിൽ ഇന്നലെ രാവിലെ 8:45 നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്കിടയിലായിരുന്നു സ്ഫോടനം. കൊളംബോയിലെ ഷാംഗ്രി-ല, സിനമൺ ഗ്രാൻഡ്, കിങ്സ്ബറി എന്നീ ഹോട്ടലുകളിലും ഇന്നലെ രാവിലെ 9ഓടെയാണ് സ്ഫോടനമുണ്ടായത്. സിനമൺ ഗ്രാൻഡ് ഹോട്ടലിൽ ചാവേർ സ്ഫോടനമാണ് നടന്നത്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്താണ് സിനമൺ ഗ്രാൻഡ് ഹോട്ടൽ. സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് 13 പേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രധാനമന്ത്രി വിക്രമസിംഘെ പറഞ്ഞു. ശ്രീലങ്കയിലെ സിനമൺ ഗ്രാൻഡ് ഹോട്ടലിൽ ചാവേർ ആക്രമണം നടത്തിയ ഭീകരൻ സ്വയം പൊട്ടിത്തെറിച്ചത് പ്രഭാത ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോഴാണെന്ന് റിപ്പോർട്ട്. പ്ലേറ്റുമായി മറ്റതിഥികൾക്കൊപ്പം ക്യൂവിൽ നിന്ന മുഹമ്മദ് അസം മുഹമ്മദ് ഭീകരനാണെന്ന് ആരും സംശയിച്ചതില്ല. പരിചാരകൻ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പുന്നതിന് തൊട്ട് മുമ്പാണ് ഇയാൾ മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചത്. തലേ ദിവസമാണ് ശ്രീലങ്കൻ സ്വദേശിയായ ഇയാൾ ഹോട്ടലിൽ മുറിയെടുത്തത്. ഹോട്ടലിൽ നൽകിയ വിലാസം തെറ്റാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈസ്റ്റർ ആയിരുന്നതിനാൽ ഹോട്ടലിൽ നല്ല തിരക്കായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനായി കുടുംബസമേതം ഒട്ടേറെ പേർ എത്തിയിരുന്നു. രാവിലെ 8:30 കാണും ക്യൂവിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് ചാവേർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് മാനേജർ പറഞ്ഞു. അതിഥികളെ സ്വാഗതം ചെയ്യാൻ നിന്നാൽ ഹോട്ടൽ ഉദ്യോഗസ്ഥനും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സിനമൺ ഗ്രാൻഡിലേക്ക് ഉടൻ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തി. ശ്രീലങ്കയിലെ ദേവാലയങ്ങളിൽ ആക്രമണത്തിന് ഭീകരർ പദ്ധതിയിടുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി 10 ദിവസം മുമ്പേ പ്രമുഖ ഓഫീസർമാർക്ക് പോലീസ് മേധാവി വിജയ് സുന്ദര ഇൻ്റലിജൻസ് മെസ്സേജ് അയച്ചിരുന്നുവെന്ന് AFP റിപ്പോർട്ട് ചെയ്തു. പ്രമുഖ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇന്ത്യൻ ഹൈക്കമ്മീഷനിലും ഭീകരാക്രമണത്തിന് നാഷണൽ തൗഹീദ് ജമാഅത്ത് NTJ എന്ന സംഘടന പദ്ധതിയിട്ടിട്ടുണ്ടെന്നായിരുന്നു ഏപ്രിൽ 11 പുറപ്പെടുവിച്ച സന്ദേശത്തിൽ ജയസുന്ദര ചൂണ്ടിക്കാട്ടിയത്. തീവ്രവാദ മുസ്ലിം സംഘടനയായ NTJ ബുദ്ധപ്രതിമകൾക്ക് നേരെ കഴിഞ്ഞ വർഷം ആക്രമണം നടത്തിയിരുന്നു. സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ലോക നേതാക്കളും മത നേതാക്കളും ശ്രീലങ്കയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആക്രമണത്തെ അപലപിച്ച അവർ ലങ്കയ്ക്കൊപ്പം തങ്ങളുണ്ടെന്നും സഹായിക്കാൻ സന്നദ്ധമാണെന്നും വ്യക്തമാക്കി. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പറഞ്ഞു. ഭയാനകമായ ഭീകരാക്രമണത്തിനിരയായ ലങ്കൻ ജനതയെ അനുശോചനം അറിയിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു. നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധമാണെന്നും അദ്ദേഹം തന്റെ ട്വീറ്റിൽ അറിയിച്ചു. ദാരുണ വാർത്തയാണ് ശ്രീലങ്കയിൽ നിന്ന് കേൾക്കുന്നതെന്നാണ് നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ ട്വീറ്റ് ചെയ്തത്. ലങ്കൻ ജനതയോട് ഹൃദയത്തിൽ നിന്നുള്ള അനുശോചനം അറിയിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു. ശ്രീലങ്കയിൽ നടന്ന സ്ഫോടന പരമ്പരയെ അറപ്പുളവാക്കുന്ന പ്രവൃത്തിയെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത്. ലങ്കയ്ക്കൊപ്പം ഫ്രാൻസ് ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. മതവിദ്വേഷവും മത അസഹിഷ്ണുതയും ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ. കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കുമെന്നും തീവ്രവാദത്തെ നേരിടുന്നതിൽ ലങ്കയ്ക്ക് ശക്തമായ പിന്തുണ തുടരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. ഇസ്രയേലി ജനതയുടെ പേരിൽ അഗാധ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. വിഷമം നേരിടുന്ന ഈ സമയത്ത് ലങ്കയ്ക്ക് ഇസ്രായേൽ സഹായം വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയിൽ നടുക്കം രേഖപ്പെടുത്തി ഇന്ത്യയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും അനുശോചനം അറിയിച്ചു. തീർത്തും കാടത്തം നിറഞ്ഞ പ്രവർത്തനമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ മേഖലയിൽ സ്ഥാനമില്ലെന്നും അഭിപ്രായപ്പെട്ടു. ശ്രീലങ്കയിലെ ജനങ്ങളോട് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെയും പരിക്കേറ്റവരുടെയും ഒപ്പം പ്രാർത്ഥിക്കുന്നെന്നും മോദി പറഞ്ഞു. ശ്രീലങ്കൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ടെലിഫോണിൽ സംസാരിച്ച അദ്ദേഹം ഇന്ത്യയുടെ പിന്തുണയും അറിയിച്ചു. ശ്രീലങ്കയിലെ സ്ഫോടനത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറിൽ നിന്ന് തുടർച്ചയായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും ട്വിറ്ററിലിട്ട കുറിപ്പിൽ സുഷമ വ്യക്തമാക്കി. വിശുദ്ധ ഈസ്റ്റർ ദിനത്തിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു.